ഒരു പുതിയ ഭേദഗതികൾ 40 ഭേദഗതികൾ വരികയാണ്. അതിന്റെ ചില വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് നമുക്ക് നിലപാട് പറയാൻ പറ്റുക? വാസ്തവത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട നിയമം ബില്ല് ഇതുവരെ പാർലമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ എല്ലാ ന്യൂനപക്ഷ സംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നതെങ്കിൽ സ്വാഭാവികമായും അവരെ ബാധിക്കുന്നതായതുകൊണ്ട് അവരുടെ സംഘടനകളുമായി രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തിട്ട് വേണം ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരാൻ. ഇതൊരു ബില്ല് ഒന്നും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അത് വന്ന ശേഷം ഞങ്ങൾ അതിനെപ്പറ്റി പ്രതികരിക്കും. കൂടിയാലോചനയോട് കൂടി മാത്രമേ ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും വേണം അത്തരം ഒരു നിയമം കൊണ്ടുവരാൻ. പക്ഷെ എന്താണ് നിയമമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. ബില്ല് വന്നു കഴിഞ്ഞ് പാർട്ടി അതിന്റെ അഭിപ്രായം പറയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുഖ്യമന്ത്രി അല്ല, അത് നമുക്ക് ബില്ല് വന്നാലല്ല അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ പറ്റുമോ? ഇതുവരെ ബില്ല് പുറത്ത് വന്നിട്ടില്ല. ഊഹാപോഹങ്ങളും പത്രങ്ങളിൽ വരുന്ന വാർത്തകളും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷേ വഖഫ് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ സംഘടനകളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ച ചെയ്ത് വേണം ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാനുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയായിട്ട് ബന്ധപ്പെട്ടുണ്ട്. താങ്കൾ 1 മാസത്തെ ശമ്പളം കൊടുത്തു, പല കോണും അത് കൊടുക്കരുത് എന്നൊക്കെ ഉള്ളൊരു പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ദുരന്തത്തിൽ എല്ലാവരും സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊരു തെറ്റുമില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ 1 മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പ്രളയം വന്നപ്പോൾ 1 മാസത്തെ ശമ്പളം കൊടുക്കുകയും എല്ലാ UDF MLA മാർ അന്ന് ശമ്പളം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ ജനങ്ങളുടെ ഇടയിൽ ആശങ്കയുള്ളത്, ഇതിൻ്റെ നടത്തിപ്പ്, ഈ CMDRF ഫണ്ടിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വേണം. അത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു വകമാറ്റി ചെലവഴിക്കൽ ഉൾപ്പെടെയുള്ളത് ഉണ്ടാകാൻ പാടില്ല. ഇതിങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ അനുഭവം കൊണ്ടാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി വരികയും കോടതി ലോകായുക്തയിൽ തന്നെ കേസ് വരികയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഗവൺമെൻറ് ഇതിനകത്ത് വ്യക്തത വരുത്തുകയും ട്രാൻസ്പെറൻസിയോടുകൂടി ഈ ഫണ്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. KPC അധ്യക്ഷൻ പറയുന്നത് അതിന് വ്യക്തത വരുത്തുമ്പോൾ ഈ ഫണ്ടിന്റെ സർക്കാർ മറുപടി പറയണമെന്ന് പറയുന്നത് അല്ല, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം എല്ലാവരും ഫണ്ട് കൊടുക്കണം. പക്ഷെ അതിൻ്റെ വിനിയോഗത്തെ സംബന്ധിച്ച് ആശങ്കയുള്ളതിൻ്റെ കാരണം കഴിഞ്ഞ തവണ പ്രളയം വന്നപ്പോൾ ഈ ഫണ്ട് ദുരുപയോഗപ്പെടുത്തി എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുകയാണ്. അതിനെ നമ്മളെല്ലാവരും എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഒരു ജനതയുടെ ദുഃഖത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കണക്ക് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ഗവൺമെൻറ് തയ്യാറാണ്. ഇതിനെതിരെ നേരത്തെ തന്നെയുള്ള ഒരു ആക്ഷേപം ഈ സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും പൈസ കൊടുത്തു എന്നുള്ളതാണ്. അത് വലിയ തോതിൽ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തു അങ്ങയുടെ കാലത്ത്. അപ്പൊ അതിലേക്ക് തന്നെ ഫണ്ട് കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു ആശങ്കയായിരിക്കും പ്രസിഡന്റ് പറയും. അല്ല, അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതിൻ്റെ വ്യക്തത വരുത്തണം, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തണം. അത് മിസ്യൂസ് ഉണ്ടാകാനില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഇതിനെതിരെ പ്രചാരണം നടത്തുന്നവരോട് എന്താണ്? അല്ല, ഇപ്പം ആരും അങ്ങനെ പ്രചരണമൊന്നും നടത്തുന്നില്ല. എല്ലാവരും ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫണ്ട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് അത് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയും ജാഗ്രതയും പാലിക്കണം. അത് ട്രാൻസ്പെറൻ്റ് ആയി ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ KPC പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വരിയെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വാരില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകണമെന്നാണ്. അപ്പോൾ മുമ്പുണ്ടായ ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കൈയിട്ട് വാരൽ നടന്നു. അല്ല, അതിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നല്ലോ കഴിഞ്ഞ തവണ പ്രശ്നങ്ങൾ ഉണ്ടായത്. ലോകായുക്ത വരെ കേസ് പോയത്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.